ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഡൽഹിയിലെ ഗസിപൂർ ലാൻഡ്ഫില്ലിനെ കുറിച്ചാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മാലിന്യ കൂമ്പാരങ്ങളിൽ ഒന്നാണിത്. 1984 ഗസിപൂർ ലാൻഡ്ഫിൽ പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് ഏതാനും വർഷത്തേക്കുള്ള മാലിന്യം നിക്ഷേപിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ ഡൽഹി നഗരം വളർന്നതോടെ മാലിന്യത്തിന്റെ അളവും വർദ്ധിച്ചു. നിശ്ചയിച്ച ശേഷി പിന്നിട്ടിട്ടും വർഷങ്ങളോളം ഇവിടെ മാലിന്യം നിക്ഷേപിച്ചു. ക്രമേണ ഈ മാലിന്യ കൂമ്പാരം ഒരു മലയുടെ ഉയരത്തിലെത്തി. ഏകദേശം 70 ഏക്കറിൽ പരന്നു കിടക്കുന്ന 60 മീറ്ററിലധികം ഉയരമുള്ള ഈ കൂമ്പാരം ഗാർബേജ് മൗണ്ടൻ എന്ന പേരിൽ ലോകശ്രദ്ധ നേടി. ഇതുമൂലം ഗസിപൂർ നേരിടുന്ന ചില പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാമതായി, മാലിന്യത്തിൽ നിന്നും മീഥേൻ പോലുള്ള വാതകങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയത് വായുമലിനീകരണത്തിനും തീപിടുത്തത്തിനും കാരണമായി. രണ്ടാമതായി, മഴവെള്ളവുമായി കലരുന്ന മാലിന്യദ്രാവകം സമീപ പ്രദേശങ്ങളിലെ മണ്ണിനെയും ജലസ്രോതസ്സുകളെയും മലിനമാക്കി. മൂന്നാമതായി, പല തവണ ഇവിടെ തീപിടുത്തങ്ങൾ ഉണ്ടായി. വിഷപ്പുക കാരണം സമീപവാസികളൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിട്ടു. 2017 കൂമ്പാരത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് അപകടമുണ്ടായത് ദേശീയ ശ്രദ്ധ നേടിയ സംഭവമായിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ സർക്കാരുകളും ഏജൻസികളും നടപടികൾ സ്വീകരിച്ചു. തുടർന്ന് പഴയ മാലിന്യം ശാസ്ത്രീയമായി വേർതിരിച്ച് സംസ്കരിക്കുന്ന ബയോമൈനിങ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 2019 ഗസിപൂർ ലാൻഡ്ഫില്ലിൽ ബയോമൈനിങ് പ്രവർത്തനങ്ങൾ വലിയ തോതിൽ ആരംഭിച്ചു. പഴയ മാലിന്യം വേർതിരിച്ച് പുനരുപയോഗിക്കാവുന്നവ പുനരുപയോഗത്തിനും ബാക്കി വരുന്നവ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുമുള്ള നടപടികളാണ് ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കിയത്. ശുചീകരിച്ച സ്ഥലങ്ങളിൽ പച്ചപ്പ് വർദ്ധിപ്പിക്കാനും ഹരിതമേഖലകൾ സൃഷ്ടിക്കാനുമുള്ള പദ്ധതികളും നടന്നുവരുന്നു. പക്ഷേ നേരിടുന്ന മറ്റൊരു വെല്ലുവിളി എന്തെന്ന് വെച്ചാൽ ഗസിപൂർ ലാൻഡ്ഫില്ലിലേക്ക് ഇന്നും മാലിന്യം എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഡൽഹിയിലെ മാലിന്യത്തെ മുഴുവൻ വേർതിരിച്ച് വേറെ ഇടങ്ങളിൽ മാറ്റാനുള്ള സൗകര്യം ഇപ്പോഴും പൂർണ്ണമായും ഇല്ല. നഗരത്തിലെ വ്യവസ്ഥാപിത മാലിന്യ സംഘടനയും പുനരുപയോഗ സംവിധാനങ്ങളും വികസിപ്പിക്കുന്നതിലും ചില വെല്ലുവിളികൾ നേരിടുന്നതിനാൽ മാലിന്യ നിക്ഷേപം തുടരുന്നു. പക്ഷേ നിലവിൽ ഗസിപൂർ കുപ്പമല കുറയ്ക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ രാവും പകലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി BJP ഭരിക്കുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹിയുടെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വേഗത നൽകിയിട്ടുണ്ട്. 42 വർഷങ്ങളായി അടിഞ്ഞുകൂടിയ കോടിക്കണക്കിന് ടൺ മാലിന്യം നീക്കം ചെയ്യുക എന്നത് വളരെ വലിയ ദൗത്യമാണ്. അതിനാൽ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. അധികൃതർ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതി പ്രകാരം 2028 ഗസിപൂർ കുപ്പമല പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതാണ് ലക്ഷ്യം. അതിനായി ബയോമൈനിങ്, മാലിന്യ സംസ്കരണം, പുനരുപയോഗം, ഹരിതവൽക്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഗസിപൂർ ലാൻഡ്ഫിൽ ഒരു കുപ്പമലയുടെ കഥ മാത്രമല്ല. നഗരവൽക്കരണം, മാലിന്യ നിർമ്മാർജ്ജനം, പരിസ്ഥിതി സംരക്ഷണം എന്നിവ എത്ര പ്രധാനമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ഉദാഹരണം കൂടിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.